A single dream is more powerful than 1,000 realities. 1000 യാഥാർത്ഥ്യങ്ങളെക്കാൾ കൂടുതൽ ശക്തിയുള്ളതാണ് ഒരു സ്വപ്നം. വെൽക്കം ടു ദ യൂണിവേഴ്സ് ഓഫ് ഡ്രീമർ. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരാൻ പറ്റി. അപ്പോൾ ഇന്ന് നമുക്കൊരു പ്രോഡക്റ്റ് റിവ്യൂ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും സിനിമ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഫിലിം ഹാളിൽ ഇരുന്ന് ബിഗ് സ്ക്രീനിൽ ആ സൗണ്ട് എഫക്റ്റോടുകൂടിയൊക്കെ സിനിമ കാണുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു അനുഭൂതിയാണ്. എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. എനിക്ക് തിയേറ്ററിലൊക്കെ പോയിരുന്ന് വലിയ സ്ക്രീനിൽ സിനിമ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്നും തിയേറ്ററിൽ പോയിരുന്ന് കാണാമെന്നുള്ളത് ഇച്ചിരി പൈസ ചിലവുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെന്ത് ചെയ്യും, വീട്ടിൽ ടി വിയിൽ അല്ലെങ്കിൽ മൊബൈലിൽ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ ആയിരിക്കും പിന്നെ സിനിമ കാണുക. പക്ഷെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ബിഗ് സ്ക്രീനിൽ, അതായത് തിയേറ്ററിലുള്ളത് തന്നെ വലിയ സ്ക്രീനിൽ സിനിമ കാണാൻ പറ്റിയാലോ? ഇന്നത്തെ റിവ്യൂ ഒരു പ്രൊജക്ടറിൻ്റെയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊജക്ടർ. ഇത് സാറ്റ്കോ എന്ന് പറയുന്ന കമ്പനിയുടെ ആൽഫ 2 മാക്സ് എന്ന് പറയുന്നൊരു വേരിയൻ്റാണ്. അതിൽ തന്നെ ആൽഫ 2 മാക്സ് ബ്ലാക്കിലാണ് എപ്പോഴും വരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഈ പ്രൊജക്ടറും ബ്ലാക്ക് പ്രൊജക്ടർ തന്നെയാണ്. പിന്നെ ഇതിൽ പറയാനുള്ളൊരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രൊജക്റ്റിലും ഒന്നും ഉണ്ടാവണമെന്നില്ല. ഇതിൽ ക്യാരി ചെയ്തുകൊണ്ട് പോകാനായിട്ട് ഒരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഇത് ഏകദേശം ഒരു 3 കിലോളം വെയിറ്റ് ഉണ്ട് ഈ പ്രൊജക്ടറിന്. ഇതൊരു ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള 4K സപ്പോർട്ടോടുകൂടിയുള്ള ഒരു പ്രൊജക്ടർ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ നേറ്റീവ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 1080, അതായത് ഫുൾ HD പ്രൊജക്ടറാണ്. അപ്പോൾ നമ്മുടെ ലെൻസ് കവറിൽ തന്നെ അത് 1080 ഫുൾ HD എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് ലെൻസ് കവർ ഒന്ന് മാറ്റുമ്പോൾ അതിൻ്റെ അകത്തുള്ള ലെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്നെ ഒരു ക്ലീനിങ് കിറ്റും കൂടെ കമ്പനി തന്നിട്ടുണ്ട്, ഞാൻ എന്തായാലും കാണിക്കാം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ 2 സെൻസറുകൾ നമുക്ക് കാണാൻ പറ്റും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോ ഫോക്കസ്, ഓട്ടോ കീസ്റ്റോൺ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആണ് 2 സെൻസർ കൊടുത്തിരിക്കുന്നത്. ഇനി ടോപ്പിലായിട്ട് നമുക്കൊരു സ്ട്രാപ്പ് കാണാൻ പറ്റും. അതായത് നമുക്ക് ഒരു ബ്ലാക്ക് കളേർഡ് സ്ട്രാപ്പ്. ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. എങ്ങോട്ട് വേണമെങ്കിലും ഈസി ആയിട്ട് നമുക്ക് പ്രൊജക്ടർ ഇങ്ങനെ എടുക്കണ്ട, ജസ്റ്റ് ഇതിൽ തൂക്കി അങ്ങ് എടുത്തുകൊണ്ട് പോയാൽ മതി. പിന്നെ ഇതിൻ്റെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 2 സ്പീക്കറുണ്ട്. ഇത് ഡോൾബി സപ്പോർട്ടോടുകൂടി വരുന്ന പ്രൊജക്ടറാണ്. ഇതിന് 2 സ്പീക്കറുണ്ട്, ഒന്ന് ഇവിടെയും ഒന്ന് ഇപ്പുറത്തെ സൈഡിലുമാണ്. അപ്പം ഈ സൈഡിൽ നമുക്കതങ്ങനെ കാണാൻ പറ്റത്തില്ല, അകത്ത് എന്തായാലും സ്പീക്കർ ഇരിപ്പുണ്ട്. ഈ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്പീക്കർ കാണാൻ പറ്റും. ആ സ്പീക്കർ കാണാൻ പറ്റുന്ന വേറൊരു കാര്യമുണ്ട്, ഇവിടെ ഒരു എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന ഈ സാധനം എടുത്ത് നമുക്ക് ഇതുപോലെ എടുത്ത് വെച്ചിട്ട് നമുക്കൊരു ബ്രഷോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് ഇതിൻ്റെ അകത്തേക്ക് തന്നെ അറ്റാച്ച് ചെയ്ത് വെച്ച് തിരിച്ച് ഇതിലേക്ക് കയറ്റി വയ്ക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഉള്ള ഒരു സ്പീക്കർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്കിത് നേരെ അടച്ചു വയ്ക്കാം. പിന്നെ പ്രൊജക്ടറിൻ്റെ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 USB പോർട്ട്, 2 HDMI പോർട്ട്, പിന്നെ 3.5 mm ഓഡിയോ പോർട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. പിന്നെ വേറെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഒരു ബ്ലാക്കിഷ് കളറാണ്, ഒരു ബ്ലാക്ക് കളറാണ്. അപ്പം ഇതിൻ്റെ ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഒരു ഗ്രേഷ് ബ്ലാക്ക് മാറ്റ് ഫിനിഷാണ് ഇതിന് കമ്പനി കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ ടോപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷാണ് കമ്പനി ഇതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ ടോപ്പ് പോർഷനിൽ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഈ സൈഡിൽ ഒരു പവർ ബട്ടൺ കാണാൻ പറ്റും. അതൊരു ക്രോം ഫിനിഷ്ഡ് പവർ ബട്ടണാണ്. അതുപോലെ ഇവിടെ സാറ്റ്കോയുടെ ബ്രാൻഡിങ് ഉണ്ട്, ഡോൾബി ഓഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഒരു ബട്ടൺ പാനലാണ്. ബട്ടൺ പാനലിൻ്റെ അകത്ത് ഇത് പല തരത്തിലുള്ള കൺട്രോൾസ്, ഇപ്പോൾ എന്തെങ്കിലും സാധനം ചൂസ് ചെയ്തിട്ട് ഓക്കെ അടിക്കാനാണ് ഓക്കെ, ബാക്ക്, പിന്നെ അപ്പ് ആൻഡ് ഡൗൺ, ഇങ്ങനെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഞാൻ നേരത്തെ USB കാര്യങ്ങളൊക്കെ കാണിച്ചായിരുന്നു. 2 USB, 2 HDMI, അതുപോലെ തന്നെ 3.5 mm ഓഡിയോ ജാക്ക്. അതിന് പുറമെ ഇതിൻ്റെ പവർ സ്വിച്ച് ഇവിടെയാണ്. അതുപോലെ പവർ കേബിൾ കൊടുക്കാനുള്ള പോർട്ട് ഇതാണ്.
പിന്നെ ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യം കുറേ നാൾ യൂസ് ചെയ്തു. അപ്പോൾ ഇത് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചതിൻ്റെ ആ ഒരു വെളുത്ത പാടും കാര്യങ്ങളൊക്കെയാണ്. കാരണം ഇവിടെ നമുക്ക് ഇത് ഇളക്കിയിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാൻ പറ്റും. അതെന്തായാലും ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. പിന്നെ ഈ സൈഡും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരു കർവ്ഡ് ആയിട്ടുള്ള റബ്ബർ ലെഗ്സ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. കാര്യം നമ്മളൊരു ഡെസ്ക്ടോപ്പിൻ്റെ പുറത്ത് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ അത് ഈസി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു നോബ് കൊടുത്തിട്ടുണ്ട്. സീലിംഗ് മൗണ്ടിന് വേണ്ടിയിട്ട് കുറച്ച് ഹോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പം ഇങ്ങനെ കീഴായിട്ട് വെച്ചിരുന്നാലും നമുക്ക് ഈ സാധനം ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ കണക്ട് ചെയ്ത് നമ്മുടെ മൗണ്ട് കണക്ട് ചെയ്ത് ഇതിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് സീലിങ്ങിലും വെച്ച് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് പുറമേ നമ്മൾ കാണുമ്പോൾ പ്രൊജക്ടറിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ നോക്കാം. പ്രൊജക്ടർ ഇതുപോലത്തെ ഒരു ബോക്സിൻ്റെ അകത്താണ് വന്നത്. ഇതിൻ്റെ അകത്ത് വേറൊരു ബോക്സിലാണ് പ്രൊജക്ടർ ഇരിക്കുന്നത്. അത് ഇങ്ങനത്തെ ഒരു ബോക്സാണ്. ഇതുപോലത്തെ ഒരു ബോക്സിൻ്റെ അകത്താണ് പ്രൊജക്ടർ വന്നത്. ഇതിലൊരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അകത്തുനിന്ന് പുറത്ത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പം നിങ്ങളെ കാണിച്ചത്. ഈ ബോക്സിൻ്റെ അകത്ത് ഇങ്ങനൊരു സംഗതിയും കൂടെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് വെച്ചിട്ടാണ് പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ വന്നത്. നോക്കുമ്പോൾ ഈ ഒരു കവറിൻ്റെ അകത്തിട്ടാണ് പ്രൊജക്ടർ വന്നത്. ഇതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു QR കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പേപ്പറുണ്ട്. പിന്നെ അതുപോലെ പിന്നെ ഒരു യൂസർ മാനുവൽ, പിന്നെ ഇതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെയാണ്. 1 ഇയർ വാറണ്ടി, ഒരു വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ കമ്പനി ഇതിന് തന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് പ്രൊജക്ടറിനെ പറ്റിയുള്ള പറയാനുള്ള കാര്യങ്ങൾ. പ്രൊജക്ടർ അങ്ങനെ ഒരു ബോക്സിൻ്റെ അകത്താണ് വന്നത്. പിന്നെ ഞാനിത് മേടിച്ചപ്പോൾ ഒരു ഫയർ TV സ്റ്റിക്കും കൂടെ ചേർന്നതാണ് മേടിച്ചത്. ആമസോണിൽ നിന്ന് മേടിച്ചുകൊണ്ട് തന്നെ നമുക്ക് 2 ഓപ്ഷനിൽ മേടിക്കാൻ പറ്റും. പ്ലെയിനായിട്ട് പ്രൊജക്ടർ മാത്രമായിട്ടും മേടിക്കാം, അതുപോലെ ഫയർ TV സ്റ്റിക്കും കൂടെ ചേർത്ത് മേടിക്കാം. അപ്പോൾ ഞാൻ ഫയർ TV സ്റ്റിക്കും കൂടെ ചേർത്താണ് മേടിച്ചത്. അപ്പോൾ അത് ഇങ്ങനെ ഒരു ബോക്സിൻ്റെ അകത്ത് വരും. അതിൻ്റെ അകത്ത് ഫയർ TV സ്റ്റിക്കിൻ്റെ ഒരു അഡാപ്റ്റർ വരും. ആമസോണിൻ്റെ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ അതിൻ്റെ ഒരു റിമോട്ട്, പിന്നെ അതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ യൂസർ മാനുവൽ, പിന്നെ എന്താ പറയുക, കണക്റ്റ് ചെയ്യാനുള്ളൊരു കേബിൾ പോലത്തെ സംഭവം, പിന്നെ ഒരു പവർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു USB കേബിൾ, പിന്നെ അതിൻ്റെ അകത്ത് വരുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫയർ TV സ്റ്റിക്ക് എന്ന് പറയുന്ന സാധനം. ഇത് നമ്മുടെ ഈ ഒരു പിൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ HDMI പോർട്ടിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഇവിടെ അതിൻ്റെ പവർ കൊടുക്കണം. പവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കേബിൾ. ഇത് നമ്മുടെ മൊബൈലിൻ്റെ എന്തിൻ്റെങ്കിലും ചാർജറിലോ മറ്റോ കൊടുത്തിട്ട് നമുക്കിതിൽ പവർ കൊടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ കൂട്ടത്തിൽ 2 ബാറ്ററി തന്നിട്ടുണ്ട്. അത് പക്ഷേ വേസ്റ്റ് സാധനമാണ്, ഒരു ഉപയോഗമില്ല. ആമസോണിൻ്റെ തന്നെ ഒരു 2 ബാറ്ററിയാണ്, അത് പക്ഷേ ഇല്ലാതായിപ്പോയി. ഞാനിത് യൂസ് ചെയ്ത് നോക്കി, പക്ഷേ വേറെ ബാറ്ററി ഇട്ടാണ് യൂസ് ചെയ്തത്. കാര്യം ഇതിൻ്റെ അകത്ത് സെല്ലും കാര്യങ്ങളൊക്കെ ലീക്കായ അവസ്ഥയിലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതാണ് കുറേ ഫയർ TV സ്റ്റിക്കിൻ്റെ അകത്തിരുന്ന സാധനങ്ങൾ. പിന്നെ ഇതുപോലൊരു ക്ലീനിങ് കിറ്റും കമ്പനി തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു 5 ബഡ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ബഡ്സ് വെച്ചിട്ട് ഞാൻ പ്രൊജക്ടറിൻ്റെ അടിഭാഗം കാണിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ ആ പാനൽ തുറന്നിട്ട് ഇത് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. സിമ്പിളായിട്ട് ഡസ്റ്റൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. അല്ലാതെ നമ്മൾ ക്ലീൻ ചെയ്യണമെങ്കിൽ പാനൽ അടിഭാഗത്ത് നിന്ന് തുറന്ന് മൊത്തത്തിൽ ഇളക്കി ക്ലീൻ ചെയ്യണം. ഞാനത് ആ ഒരു ഉദ്യമത്തിന് ഇതുവരെ മുതിർന്നില്ല. സാധാരണ ഇതുപോലെ തന്നെ ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്, നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ ഒരു ക്ലീനിങ്ങിനുള്ള ജസ്റ്റ് ഒരു തുണിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ഇതാണ് ക്ലീനിങ് ബഡ്സ് എന്ന് പറയുന്ന സാധനം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. ഇത് പ്രൊജക്ടറിൻ്റെ ആ ഒരു ബോക്സിൻ്റെ അകത്തുള്ള ഒരു HDMI കേബിളാണ്. ഒരു ചെറിയൊരു HDMI കേബിൾ ഇതുപോലെ ഒരു കവറിൻ്റെ അകത്തിട്ടവർ
തന്നിട്ടുണ്ട്. ഞാനത് അങ്ങനെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല, എനിക്ക് അതിൻ്റെ ആവശ്യം വന്നില്ല. ഒരു കൂടിയ HDMI കേബിളൊന്നുമല്ല, സാധാരണ ഒരു HDMI കേബിളാണ്. അതിങ്ങനെ ടൈയൊക്കെ ചെയ്ത് വരും. ഇത് വേണമെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ എവിടെയെങ്കിലും കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം. ഒരു ക്യാപ്പും കാര്യങ്ങളൊക്കെ വരും. അതുപോലെ ഇതാണ് അതിൻ്റെ റിമോട്ട് എന്ന് പറയുന്ന സാധനം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ പ്രൊജക്ടറിന് ഗുണങ്ങൾ മാത്രമല്ല ദോഷങ്ങളും ഉണ്ട്. പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു വരുമ്പോൾ ഈ റിമോട്ടിൻ്റെ കാര്യത്തിൽ തന്നെയാണ് ഒരുപാട് ദോഷങ്ങളുള്ളത്. ഇത് ഭയങ്കര വേസ്റ്റായിട്ടുള്ളൊരു റിമോട്ടാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം കറക്റ്റ് സമയത്ത് ഇതൊരു കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യാത്തൊരു റിമോട്ടാണ്. ഇത് AAA ബാറ്ററിയിലാണ് ആക്ച്വലി ഈ സാധനം വർക്ക് ചെയ്യുന്നത്. അതുപോലെ AAA ബാറ്ററിക്കകത്താണ് വർക്ക് ചെയ്യുന്നത്. 2 ബാറ്ററി ഇടണം. പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ ബട്ടൺസും കാര്യങ്ങളൊക്കെ കമ്പനി കൊടുത്തിട്ടുണ്ട്. ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ പ്രൊജക്ടറിൻ്റെ റിമോട്ട്. ഇത് ക്ലോസ് ആയിട്ട് നോക്കുമ്പോൾ ഇതിനകത്ത് കുറച്ച് ബട്ടൺസും കാര്യങ്ങളൊക്കെ കാണാം. ഇത് നമുക്ക് നമ്മുടെ കീ സ്റ്റോണ്, ഫോക്കസ് അങ്ങനെയുള്ള ഫങ്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടണാണ്. പിന്നെ വോളിയം കൂട്ടാനും കുറയ്ക്കാനും, ഹോം പേജ്, കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പൗസ് ചെയ്യാനും പ്ലേ ചെയ്യാനുള്ളത്, പിന്നെ ഫോർവേഡ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേണ്ടിയിട്ട്. പിന്നെ പവർ ഓൺ ഓഫ് ബട്ടൺ, മ്യൂട്ട് ചെയ്യാനുള്ള ബട്ടൺ. പിന്നെ ഇതിൻ്റെ ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ 2 AAA ബാറ്ററിയാണ്. അതിൻ്റെ അകത്ത് തന്നെ ചെറിയ AAA ബാറ്ററി വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ല. നമ്മൾ വോളിയമൊക്കെ കൂട്ടാൻ നോക്കിയാലോ അല്ലെങ്കിൽ പൗസ് ചെയ്യാൻ നോക്കിയാലോ ഒന്നും കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. കുറേ പ്രാവശ്യം നമ്മളിട്ട് ഞെക്കേണ്ടി വരും. ഇത് ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെയൊക്കെ ഒരു നീല ലൈറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഇൻഡിക്കേറ്ററായിട്ട് കാണിക്കും. അപ്പോൾ നമുക്കിനി പ്രൊജക്ടർ ഓൺ ചെയ്ത് നോക്കിയിട്ട് ബാക്കി ഫീച്ചേഴ്സും കൂടെ പറയാം. ഇതാണ് പ്രൊജക്ടറിൻ്റെ പവർ കേബിള്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കേബിളാണ്. 2 പിൻ കേബിളാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊജക്ടർ നമ്മുടെ റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ റൂമാണിത്, ചെറിയൊരു റൂമാണ്. RD810ൻ്റെ പ്രൊജക്ടർ കാണിച്ചപ്പോഴും ഇതേ റൂമിൽ തന്നെയാണ് അന്ന് കാണിച്ചത്. അപ്പോൾ അന്നത്തെ പോലെ സെയിം വാളിൽ തന്നെ, എൻ്റെ നേരെ കാണുന്ന വാളിൽ തന്നെയാണ് പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നത്. 2 ലൈറ്റ് ഉണ്ട്. ഒരു ലൈറ്റ് നേരെയുണ്ട്, ഒരു ലൈറ്റ് സൈഡിലും ഉണ്ട്. അപ്പോൾ ലൈറ്റ് ഇട്ടിട്ട് പ്രൊജക്ടറിൽ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന്, അതായത് ലൈറ്റ് ഇട്ടിട്ടും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യാം. എന്നിട്ട് ലൈറ്റ് ഓഫ് ചെയ്തും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പ്രൊജക്ടർ ഓൺ ചെയ്യാൻ പോവുകയാണ്. പ്രൊജക്ടർ ഓണാക്കുമ്പോൾ സാക്കോ എന്ന് പറയുന്ന എൻ്റെ ബ്രാൻഡിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ആൽഫ 2 മാക്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ബ്രൈറ്റാണ് ഇപ്പോൾ തന്നെ. എൻ്റെ പഴയ പ്രൊജക്ടറൊക്കെ ആണെങ്കിൽ ഒട്ടും തന്നെ ഈ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒട്ടും തന്നെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ മനസ്സിലാക്കിക്കോണം എത്രത്തോളം ബ്രൈറ്റാണ്, എത്രത്തോളം ഷാർപ്പാണെന്ന്. കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് ഫോക്കസ് ആവുന്നുണ്ടോ? അത്യാവശ്യം നല്ലതായിട്ട് ഇതായി. ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ കാര്യങ്ങളും സംഭവിച്ചു കഴിഞ്ഞത് ഓട്ടോമാറ്റിക്കായിട്ട് ഫോക്കസായി, ഒബ്സ്റ്റക്കിൾ അവോയ്ഡ് ചെയ്ത് കീ സ്റ്റോണൊക്കെ കറക്റ്റ് ചെയ്ത് നോർമലായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി മാനുവലിയും മാറ്റാൻ പറ്റും. ഇതിപ്പം ലൈറ്റ് ഇട്ടിട്ടാണ് നമ്മൾ കാണുന്നത്. 2 ലൈറ്റ് 2 സൈഡിൽ ഇട്ടിട്ടാണ് നമ്മളിത് കാണുന്നത്. ഇനിയിപ്പോൾ ഈ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ലൈറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ തന്നെ നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. നല്ല വ്യക്തമായിട്ട്, വളരെ ക്ലിയറായിട്ട് നമുക്കിത് കാണാൻ പറ്റും. ഇത് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് തന്നെ പ്രീസെറ്റായിട്ട് കാണാൻ പറ്റും. ഇത് നമുക്ക് വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വൈഫൈ കണക്ട് ചെയ്തിട്ടില്ല. എന്താ ക്രോം, കാസ്റ്റും കാര്യങ്ങളും, MX പ്ലെയർ, നെറ്റ്ഫ്ലിക്സ്, പ്ലേ സ്റ്റോർ ഉണ്ട്, പ്രൈം വീഡിയോ ഉണ്ട്, VLC ഒക്കെ ആക്ച്വലി ഞാൻ ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഇതങ്ങനെ ഇനി സെറ്റിങ്സിൽ പോകാൻ പറ്റും. സെറ്റിങ്സിൽ പോയിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പ്രൊജക്ഷൻ സെറ്റിങ്സ് എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് കുറച്ച് ഓപ്ഷൻസ് വരും. ഈ പറയുന്ന ഫോക്കസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് ചെയ്യാൻ പറ്റും. മാനുവൽ കീ സ്റ്റോൺ നമ്മൾ എനേബിൾ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ
കീ സ്റ്റോൺ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഇത് നമുക്കിപ്പം ഓരോ കോർണറായിട്ട് 4 പോയിൻറ്റ് കീ സ്റ്റോൺ ആണ്. അപ്പം നമുക്ക് ഓരോ കോർണറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടെ വീതിക്ക് നമുക്ക് പിക്ചർ കിട്ടി. വളരെ വ്യക്തമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റി. ഇത് കീ സ്റ്റോൺ കറക്ഷൻ. ഇത് നമുക്കിത് മാനുവലി ഫോക്കസ് ചെയ്യാം. ഇതിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു സാധനം വരും. ഇതിന് നമ്മുടെ ആരോ ബട്ടൺ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് നീക്കാൻ പറ്റും. ഉണ്ടോ? ഫോക്കസ് നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പോൾ വോളിയം ബട്ടൻ്റെ നടുക്കുള്ള ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡയറക്റ്റായിട്ട് ആ പ്രൊജക്ഷൻ സെറ്റിങ്സിൻ്റെ അകത്ത് ഇത് കയറിപ്പോവും. ARവും ദേവര എന്ന് പറയുന്ന മൂവി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. 100% വോളിയം ഇട്ടിട്ടുണ്ട്. പ്രൊജക്ടറിനുള്ളിലെ വോളിയാണ് ഇപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര നേരം പ്രൊജക്ടറിൻ്റെ സൗണ്ടും കാര്യങ്ങളും കണ്ടു. ഇനിയിപ്പോൾ പ്രൊജക്ടർ ഞാനിപ്പോൾ 3.5mm ജാക്കിൽ ഓഡിയോ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ CD പ്ലെയറും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ നമുക്കൊന്ന് വീഡിയോ പ്ലേ ചെയ്ത് നോക്കാം. അപ്പം സൗണ്ട് ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടെന്ന് അറിയാം. പ്രൊജക്ടറിൻ്റെ അകത്തുള്ള പ്രീലോഡഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എല്ലാം നോക്കുന്നില്ല, നമുക്ക് ജസ്റ്റ് യൂട്യൂബ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ഓരോന്ന് എടുക്കാൻ പറ്റും. ഈ കോർണറിൽ പോയിട്ട് സെറ്റിങ്സ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ക്വാളിറ്റീൻ്റെ അകത്ത് കാണിക്കും. നമുക്ക് ഇഷ്ടമുള്ളത് 4K വരത്തില്ല. യൂട്യൂബിൽ നമുക്ക് 4K കാണാൻ പറ്റത്തില്ല. പകരം ഫുൾ HD വരെ പ്ലേ ചെയ്യാം. അതിൽ മാക്സിമം 1080 ഉണ്ട്. അപ്പോൾ 1080 കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വീഡിയോയ്ക്കും ഇത് ആപ്ലിക്കബിൾ ആവും. സോറി, ബാക്കിലേക്ക് പോയി. You asked for me. Here I am. Yo, down here. What are you waiting for? Don't make a move. അപ്പോൾ പ്രൊജക്ടർ ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനൊരു കുറേ പ്രാവശ്യം 3-4 പ്രാവശ്യം ഞാനത് ക്ലീൻ ചെയ്തതാണ്. മൊത്തം പാനൽ ഇളക്കിയിട്ട് ക്ലീൻ ചെയ്തില്ല. ജസ്റ്റ് ഇതിൻ്റെ അകത്ത് നമ്മുടെ ഈ ക്ലീനിങ് കിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളതിൻ്റെ അകത്ത് ബഡ്സ് പോലത്തെ ക്ലീനിങ് കിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ അകം ഡസ്റ്റ് കുറേ ക്ലീൻ ചെയ്തു. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പോകത്തില്ല. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്. റിമോട്ടൊന്നും എനിക്ക് അത്ര സാറ്റിസ്ഫാക്ടറി അല്ല. പിക്ചർ ക്വാളിറ്റിയിലും കാര്യങ്ങളുമൊക്കെ സാറ്റിസ്ഫാക്ടറി ആണ്. പക്ഷേ ഈ പറയുന്ന ഡസ്റ്റ് പ്രൂഫ് അല്ല. അത് ക്ലീൻ ചെയ്താലും പ്രോപ്പറായിട്ട് ക്ലീൻ ആവത്തില്ല. എന്നാലും ജസ്റ്റ് നമ്മുടെ ഒരു സമാധാനത്തിന് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ ക്ലീൻ ചെയ്യാം. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പൊടി വരും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീനിങ് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പ്രൊജക്ടറിനെ നമ്മൾ നേരെ തലതിരിച്ച് വയ്ക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ ജാക്കോയുടെ ബ്രാൻഡിങ്ങും കാര്യങ്ങളും ഉള്ള ഒരു സംഭവം കാണും. ഇത് വൺസ് ഇളക്കി കഴിഞ്ഞപ്പോൾ പിന്നെ അത് ഒട്ടുന്നില്ലായിരുന്നു. അതാണ് ഞാൻ സെല്ലോ ടാപ്പൊക്കെ വെച്ച് ഒട്ടിച്ചത്. അതാണ് ഇവിടെയൊക്കെ ഇങ്ങനെ പശയും കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഒന്ന് ഇളക്കണം. ഇതിനെ വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് ഇളക്കുമ്പോൾ പാനൽ ഓപ്പൺ ആയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പ്രൊജക്ടർ ഓൺ ചെയ്യണം. ഫസ്റ്റ് റിമോട്ട് വെച്ചിട്ട് ഞാനൊന്ന് പ്രൊജക്ടർ ഓൺ ചെയ്യുകയാണ്. ഓട്ടോ ഫോക്കസ് എല്ലാം കഴിഞ്ഞ് റെഡി ആയിരിപ്പുണ്ട്. ഇനി നമ്മൾ നമ്മുടെ പ്രൊജക്ഷൻ സെറ്റിങ്സിലേക്ക് പോവുകയാണ്. അതിൻ്റെ അകത്ത് മാനുവൽ കീ സ്റ്റോൺ എടുത്തു. ഈ സൈഡിലൊക്കെ റൈറ്റ് സൈഡിലൊക്കെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ക്ലോസ് ആയിട്ടൊന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതെല്ലാം മനസ്സിലാവും. അവിടെയൊക്കെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ക്ലീനിങ് കിറ്റിൽ ഒരെണ്ണം എടുക്കണം. ഇതിലൊരു ക്ലോത്ത് ഇവർ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് തുടയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇതിൻ്റെ സർഫസൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ലെൻസ് അകത്തുനിന്ന് നമ്മുടെ പാനലൊക്കെ ഇളക്കിയിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സ്റ്റിക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
ഇപ്പോഴത്തെ ഒരു പഞ്ഞിയിലുണ്ടാക്കി എടുക്കാൻ പറ്റും. ഇത് ഈ പാനലിൻ്റെ ഉള്ളിലേക്ക് ഒരു 2-3 പോർഷൻ കാണാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഉള്ളിലേക്ക് ഇറക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സ്ക്രീനിൽ തന്നെ നമുക്ക് ഡസ്റ്റ് പാർട്ടിക്കിൾസ് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ഇതിപ്പോൾ കറക്റ്റ് ആ പാനലിലല്ല ഇരിക്കുന്നത്. അപ്പോൾ തൊട്ടിപ്പുറത്തെ പാനലിലോട്ട് ഇറക്കി കൊടുക്കണം. ഇത്രയും നേരം നമ്മൾ ഇതിൻ്റെ അകത്താണ് ഇട്ടിരുന്നത്. അപ്പോൾ അടുത്തത് ഇപ്പുറത്തെ പാനലിലേക്ക് ഇറക്കി. ഇനി സ്ക്രീനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡസ്റ്റ് പയ്യെ മൂവ് ആവുന്നതറിയാം. അവിടെ നോക്കുമ്പോൾ ക്ലീൻ ആവുന്നുണ്ട്. അപ്പം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ക്ലീൻ ആയിട്ടുണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നത്. ഇപ്പം നേരത്തെ കണ്ട എല്ലാ ഡസ്റ്റും കാര്യങ്ങളും ഒന്നുമില്ല. എന്നാലും ഉണ്ട്, കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അത് നമ്മൾ കുറേ സമയമെടുത്ത് ക്ലീൻ ചെയ്താൽ ചിലപ്പോൾ പോവുമായിരിക്കും. പിന്നെ നമുക്കിത് അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കേണ്ടത് അതേ പൊസിഷനിൽ ജസ്റ്റ് ഇങ്ങനെ അടച്ചു വെച്ചാൽ മതി. അപ്പം ഇതിങ്ങനെ ഇരിക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പുറത്ത് വീണ്ടും ഒരു സെല്ലോ ടാപ്പ് ഒട്ടിച്ച് വെച്ചത്. അപ്പോൾ ഒരു സെല്ലോ ടാപ്പും കൂടെ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. ഇനി നമുക്ക് ഈ പ്രൊജക്ടർ ഒന്ന് തിരിച്ച് വയ്ക്കാം. തൽക്കാലം ഞാൻ സെല്ലോ ടാപ്പ് ഒട്ടിക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞ് ഞാൻ തന്നെ ഒട്ടിച്ചോളാം. അപ്പോൾ ഇനി ഇതൊന്ന് തിരിച്ച് വയ്ക്കുകയാണ്. തിരിച്ച് വയ്ക്കുമ്പോൾ വീണ്ടും ഓട്ടോമാറ്റിക് ഫോക്കസ് ഓൺ ആയിരിക്കുന്നുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് ഫോക്കസ് ആവും. അപ്പോൾ നേരത്തെ അത്രയും പൊടിയില്ല, കുറേ പോയി കുറച്ച് ക്ലീനായി കിട്ടിയിട്ടുണ്ട്. ഈ പ്രൊജക്ടറിൻ്റെ ഡൈനാമിക് കോൺട്രാസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് 30,000:1 ആണ്. അതുപോലെ തന്നെ സ്റ്റാറ്റിക് കോൺട്രാസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് 6000:1 ആണ്. അതുപോലെ ഇതിൻ്റെ ലൂമൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈറ്റ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു അളവുകോലാണ്. അതിനാണ് ലൂമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ANSI ലൂമൻസ്, ആൻസി ലൂമൻസ് എന്നൊക്കെ പറയും. അതിൻ്റെ ആൻസി ലൂമൻസ് എന്ന് പറയുന്നത് 1000 ആൻസി ലൂമൻസ് ആണ്. അത് ഈ ആൻസി ലൂമൻസിൻ്റെ ഫുൾ ഫോം നോക്കുകയാണെങ്കിൽ അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ഇതിൻ്റെ ഒരു ഫുൾ ഫോം വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നോർമൽ ലൂമൻസ് അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു 12,000-ഓളം വരുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഒരു ലാമ്പ് ലൈഫ് എന്ന് പറയുന്നത് 30,000 മണിക്കൂറാണ് കമ്പനി ഓഫർ ചെയ്യുന്നത്. അത് എത്രത്തോളം വരുമെന്നാണ് നമ്മുടെ യൂസേജ് പോലെ ഇരിക്കും. എത്രത്തോളം വരും എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യും പോലെ ഇരിക്കും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ 2 സെൻസർ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ സെൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി അത് 2 ക്യാമറകളാണ്. ഈ ക്യാമറകളാണ് നമ്മുടെ ഓട്ടോ കീ സ്റ്റോണ്, ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസ് എന്ന് പറയുന്ന ഒരു ഫീച്ചറും കൂടെ ഇതിൻ്റെ അകത്തുണ്ട്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് ഇപ്പോൾ നമ്മുടെ പ്രൊജക്ടർ നേരെ വെച്ചിട്ട് പ്ലേ ചെയ്യാണ്. അപ്പോൾ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾ വരികയാണ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്ത് മാറിക്കൊണ്ട് ഇത് മറ്റൊരു സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്ത് ആക്യുറേറ്റ് ആയിട്ട് പ്രിസൈസ് ആയിട്ട് ഇമേജ് അവിടെ കാണിക്കും. അതാണ് ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്ന ഫ്രണ്ടിൽ 2 സെൻസറാണ്. ആ സെൻസർ എന്ന് പറയുന്നത് ആക്ച്വലി 2 ക്യാമറകളാണ്. അത് എന്താണ്, ഹൈലി സെൻസിറ്റീവ് പ്രൊഫഷണൽ ഡ്യുവൽ ക്യാമറ എന്ന് പറയും. ആ 2 ക്യാമറ വെച്ചിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ അവിടെ ചെയ്യുന്നത്. പിന്നെ ഈ പ്രൊജക്ടറിൻ്റെ അകത്ത് Wi-Fi 6 അതുപോലെ ബ്ലൂടൂത്ത് 5.1 എന്നിവരുടെ സപ്പോർട്ടും കൂടെ ഉണ്ട്. അതുമാത്രമല്ല ഇതിൻ്റെ അകത്ത് HDR, HDR10, HDR10+, പിന്നെ HLG എന്നീ സപ്പോർട്ടും കൂടെ ഉണ്ട്. പിന്നെ ഡോൾബി ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഡോൾബി ഡിജിറ്റൽ പ്ലസ്, DTS, AC3 ഫോർമാറ്റ്സ് എല്ലാം ഇതിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്യും. ഇതിൻ്റെ അകത്ത് ബേസിൻ മോഡലിൽ, ബേസിൻ ഡിസൈനിലുള്ള 2 സ്പീക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതും 5 വാട്ടിൻ്റെ 2 സ്പീക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതും ഈ സ്പീക്കറിൻ്റെ ഒരു സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.55 ഇഞ്ചാണ്. പിന്നെ ഈ പ്രൊജക്ടറിൻ്റെ റാം നോക്കുകയാണെങ്കിൽ 1 GB റാമും 32 GB റോമുമാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു മെമ്മറി എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സറും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ മീഡിയടെക്കിൻ്റെ 9255 64-ബിറ്റിൻ്റെ ഒരു പ്രൊസസ്സറാണ്, ക്വാഡ് കോർ പ്രൊസസ്സറാണ് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 30,000 മണിക്കൂറാണ് കമ്പനി ഓഫർ ചെയ്യുന്ന ഇതിൻ്റെ ലാമ്പ് ലൈഫ് എന്ന് പറയുന്നത്. അത് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നതോ അതുപോലെ ഇരിക്കും. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് 9 വെർഷനാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്.
പിന്നെ ഈ പ്രൊജക്റ്റിൽ മാക്സിമം പ്രൊജക്ഷൻ എന്ന് പറയുന്നത് കമ്പനി ഓഫർ ചെയ്യുന്നത് 300 ഇഞ്ച് വരെ പ്രൊജക്റ്റ് ചെയ്യാമെന്നാണ്. പക്ഷേ ഒരു 200 ഇഞ്ച് വരെയൊക്കെ പ്രൊജക്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. 300 ഇഞ്ച് വരെ ഞാൻ ഇതുവരെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ ഞാൻ ഒരു 100 ഇഞ്ച് വരെയൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിക്ചേഴ്സൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. 200 ഇഞ്ച് വരെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 1.55 ഇഞ്ചിൻ്റെ സ്പീക്കേഴ്സാണ്. അത്യാവശ്യം നല്ല സൗണ്ടിൽ തന്നെ നമുക്ക് സൗണ്ട് ബാറോ അല്ലെങ്കിൽ വേറെ സ്പീക്കേഴ്സിൻ്റെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് ഇതിൽ സൗണ്ടും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ പറ്റും. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4K സപ്പോർട്ട് വരുന്നത് ബൈ USB ആണ്. USB വഴി നമുക്കിപ്പോൾ പെൻഡ്രൈവ് ഒക്കെ കുത്തിയിട്ട് വേണമെങ്കിൽ 4K വീഡിയോസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കാണാം. ഞാൻ ഓൾറെഡി 4K വീഡിയോസൊക്കെ ഇതിൻ്റെ അകത്തിട്ട് കണ്ടു നോക്കി. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഫയർ TV സ്റ്റിക്ക് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ DVD പ്ലെയറോ പ്ലേ സ്റ്റേഷനോ ബാക്കിയുള്ള കാര്യങ്ങളും വേണമെങ്കിൽ ഈ പ്രൊജക്ടറിൻ്റെ അകത്ത് കണക്ട് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ്. പ്രൊജക്ടറിൻ്റെ അകത്ത് പ്രീലോഡഡ് ആയിട്ട് കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ് പോലുള്ള ആപ്ലിക്കേഷൻസ് ഓൾറെഡി ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ആപ്ലിക്കേഷൻസും കൂടെ വേണമെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഈ പ്രൊജക്ടർ ഞാൻ എൻ്റെ സ്വന്തം പൈസ കൊടുത്ത് മേടിച്ചൊരു ഐറ്റം അല്ല. എൻ്റെ കല്യാണം പ്രമാണിച്ച് എൻ്റെ വൈഫിൻ്റെ വീട്ടുകാർ എൻ്റെ സിനിമ പ്രാന്ത് മനസ്സിലാക്കിയിട്ട് മേടിച്ചിരുന്നൊരു സാധനമാണ്. സാധാരണ ഞാൻ തന്നെ മേടിച്ചിട്ട് ഞാൻ തന്നെ യൂസ് ചെയ്ത് ഞാൻ തന്നെ നിങ്ങൾക്ക് മുന്നിൽ റിവ്യൂ ചെയ്യുകയാണ് പതിവ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റി അവർ മേടിച്ചെന്നൊരു ഐറ്റം ഞാൻ യൂസ് ചെയ്തിട്ട് ഞാനത് റിവ്യൂ ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 5 മാസമായി ഞാൻ ഈ സാധനം യൂസ് ചെയ്യുന്നു. അത്യാവശ്യം ഞാനതിൽ തൃപ്തനുമാണ്. നല്ല വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനും വൈഫും കൂടെ ഒക്കെ ഇരുന്ന് സിനിമ കാണാറുണ്ട്. അപ്പോൾ എൻ്റെ വൈഫിനെയും കൂടെ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ഇത്രയും നേരം എന്നെ വീഡിയോ എടുക്കാൻ സഹായിച്ചതും ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കാൻ പോകുന്നതും പുള്ളിക്കാരി തന്നെയാണ്. അപ്പോൾ ഞാൻ കുറേ നിർബന്ധിച്ചപ്പോഴാണ് പുള്ളിക്കാരി വീഡിയോയിലോട്ടൊന്ന് വരാമെന്ന് പറഞ്ഞത്. ഭയങ്കര ഷൈ ആണ്. അപ്പോൾ എന്തായാലും ഞാൻ പുള്ളിക്കാരിയും കൂടെ ഒന്ന് വിളിക്കുകയാണ്. ഇതാണ് ആള്, അഞ്ജന എന്നാണ് പേര്. പുള്ളിക്കാരി ഒരു BCom ഗ്രാജുവേറ്റ് ആണ്. ഇപ്പോൾ PSC കോച്ചിങ്ങിന് പോകുന്നു. ഇവിടെ അത്യാവശ്യം ദൂരെയാണ് വീട്. ഞാൻ അത്യാവശ്യം ദൂരെ നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ താമസിക്കുന്നത് പോത്തൻകോടിനടുത്താണ്, ട്രിവാൻഡ്രം പോത്തൻകോടിനടുത്താണ്. എന്തെങ്കിലും പറയണ്ടോ? നമ്മളതിലൊന്നും പറയൂല. ഭയങ്കര നാണക്കേടാണ്. ഞാൻ ക്യാമറയുടെ പിന്നിൽ നിന്നോളാം, ഞാൻ മുന്നിൽ വരില്ല, എന്നെ നിർബന്ധിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു. ഞാൻ പിന്നെ കുറേ നിർബന്ധിച്ചപ്പോഴാണ് വന്നത്. ഒരു പ്രാവശ്യമെങ്കിലും വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ എൻ്റെ വൈഫിനെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആൾ. അപ്പോൾ ഗൈസ്, ഇനി ഈ പ്രൊജക്ടറിൻ്റെ വിലയും കൂടെ ഒന്ന് പറയാം. അന്ന് ഒരു 5 മാസം മുമ്പാണ് ഇത് പർച്ചേസ് ചെയ്തത്, ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 28,990 ആയിരുന്നു. വിത്ത് ഫയർ TV സ്റ്റിക്കും കൂടെ ചേർന്നിട്ടുള്ള പ്രൈസാണ്. അതായത് അല്ലെങ്കിൽ ഒരു 2000 രൂപയും കൂടെ കുറവ് വന്നേനെ. ഇപ്പോൾ അത് 2 ഓപ്ഷനിൽ നിങ്ങൾക്ക് മേടിക്കാം. ആമസോണിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ ഫയർ TV സ്റ്റിക്കോടുകൂടി മേടിക്കാം, ഇല്ലാതെ പ്രൊജക്ടറോട് മാത്രമായിട്ട് മേടിക്കാം. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്നാണെങ്കിൽ നമുക്ക് ഫയർ TV സ്റ്റിക്കോടുകൂടി മേടിക്കാൻ പറ്റത്തില്ല, ജസ്റ്റ് പ്രൊജക്ടർ മാത്രമായിട്ടേ മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 2000 രൂപ ഫയർ TV സ്റ്റിക്കും കൂടെ ചേർത്ത് അന്ന് മേടിച്ച പ്രൈസ് 28,990 ആയിരുന്നു. ഇന്നത്തെ പ്രൈസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 26,990 27,990 ആണ്. ഇപ്പോൾ ഇത്തിരി പ്രൈസ് കുറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഫയർ TV സ്റ്റിക്കോടുകൂടി മേടിക്കുന്നത് അങ്ങനെ മേടിക്കാം, ഇല്ലാത്തുണ്ടെങ്കിൽ അല്ലാതെ മേടിക്കാം. പക്ഷേ അത് ആമസോണിൽ മാത്രമേ അങ്ങനെ മേടിക്കാൻ പറ്റത്തുള്ളൂ, ഫ്ലിപ്കാർട്ടിൽ അങ്ങനെ മേടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൊജക്ടർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാതെ, ഇല്ലെങ്കിൽ ജസ്റ്റ് റിജക്റ്റ് ചെയ്ത് കളയാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രൈസ്. ജീവിതമെന്ന നമ്മുടെ ഈ യാത്ര വളരെ ദൈർഘ്യം കുറഞ്ഞതാണ്. സമയമെന്ന സംഗതി ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുകയില്ല, അതിങ്ങനെ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. ഇതുപോലെയാണ് നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരും.
ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ആരും ആരെയും ശ്രദ്ധിക്കുകയുമില്ല. ഓരോരുത്തർക്കും അവരവരുടേതായ ഇഷ്ടങ്ങളും ഉണ്ടാകും. ജീവിതമെന്ന ഈ ചെറിയ യാത്രയിൽ ഈ ഇഷ്ടങ്ങളെല്ലാം സാധിക്കണമെന്നില്ല. എന്നാൽ ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. പരിശ്രമിക്കുക, നമ്മുടെ ഇഷ്ടങ്ങളെ കണ്ടെത്തുക, നമ്മുടെ കഴിവുകളെ തിരിച്ചറിയുക. എല്ലാം നടന്നില്ലെങ്കിലും നമുക്ക് സന്തോഷം ലഭിക്കുന്ന ചില കാര്യങ്ങളെങ്കിലും നടക്കും. നമ്മുടെ ഈ ജീവിതം അവസാനിക്കുമ്പോൾ മറ്റാർക്കും മനസ്സിലാകാത്ത, മറ്റാർക്കും ലഭിക്കാത്ത ചില സന്തോഷത്തോടും സമാധാനത്തോടും നമുക്ക് ഈ ലോകത്തോട് വിട പറയാൻ സാധിക്കും. അതുകൊണ്ട് നാം നമുക്ക് വേണ്ടിയും കൂടി ജീവിക്കാൻ പഠിക്കണം. നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ ഇഷ്ടങ്ങളെ, നമ്മുടെ കഴിവുകളെ കണ്ടെത്തുകയും അവയെ മുറുകെ പിടിക്കുകയും ചെയ്യണം. നമ്മുടെ ഇഷ്ടങ്ങൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഇന്നിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. കുറച്ച് കാലമായി വീഡിയോ ചെയ്തിട്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ചടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് നിങ്ങൾക്ക് ബോറടിച്ചിട്ടുണ്ടാവും. എന്തായാലും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇതിലും നല്ല വീഡിയോസുമായിട്ട് ഇനിയും വരാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പുതിയ കുറച്ച് സെഗ്മെൻറ്റ്സും കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാനുണ്ട്. അപ്പോൾ ഇനി കുറച്ച് മൂവി റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്ത് ചാനലൊന്ന് ലൈവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ്. അപ്പോൾ ഈ വീഡിയോയിൽ കുറച്ച് പോരായ്മകളുണ്ടാകും. കുറേ കാലമായി, ഞാൻ പറഞ്ഞില്ല, 1 വർഷത്തിന് പുറത്തായി ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നല്ലതായിരുന്നാലും ചീത്തയായിരുന്നാലും കമൻറ്റ് ചെയ്യുക. പിന്നെ പ്രൊജക്ടർ വേർത്തിയായിട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യണം. ആമസോണിലും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിലും ഈ പ്രൊജക്ടർ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലും നല്ല വീഡിയോസുമായിട്ട് ഇനിയും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ ദിസ് ഈസ് സ്ട്രീമർ സൈനിങ് ഓഫ്.